കൊല്ലത്തും ലുലു എത്തി കേട്ടോ. അതായത് നമ്മുടെ കൊട്ടിയം ഡ്രീംസ് മാളിൽ ലുലു ഡെയിലിയും ലുലു കണക്റ്റും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ട് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. എല്ലാവരും വന്നോട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ലുലു ഡെയിലിയിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ എൻട്രൻസ് ആണ് ഇത്. ഇവിടെ തന്നെ നിറയെ സോപ്പുകളും കാര്യങ്ങളും ഒക്കെ അവർ ഓഫേഴ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരു 50% ഓഫ്, 40% ഓഫിലാണ്. സോപ്പിൻ്റെ ഫാമിലി പാക്കാണ് കേട്ടോ 3-4 വരുന്നത്. പിന്നെ സൈഡിൽ തന്നെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പോയി സമയം പോലെ നോക്കി ക്രിസ്മസിന് വേണ്ടതൊക്കെ വാങ്ങിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ എക്സ്കലേറ്റർ ഉണ്ട് മേളിലേക്ക് പോകാനായിട്ട്. അതേപോലെ താഴെയാണ് ഈ കാണുന്നത് സോപ്പ് പൊടിയുടെയൊക്കെ നിറയെ ഓഫേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഈ കാണുന്ന പാത്രങ്ങളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ ഓരോന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ്. ഇത് 149, 200 റുപ്പീസിലൊക്കെ ഒരു 3 പാത്രം അങ്ങനെ വരുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ ഈ അപ്പച്ചട്ടി, പിന്നെ നമ്മുടെ പാല് കാച്ചുന്ന പാത്രം, അതിനൊക്കെ നിറയെ ഓഫേഴ്സ് ഉണ്ട്. നോൺ സ്റ്റിക്കിന് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കാണുന്നത് കുറേ ചോക്ലേറ്റ്സും പിന്നെ നട്ട്സൊക്കെയാണ് കേട്ടോ. അതിനുമൊക്കെ നിറയെ ഓഫേഴ്സായിട്ട് ഫ്രണ്ടിൽ എൻട്രൻസിൽ തന്നെ അവർ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സോസുകൾ തന്നെ വിവിധ തരമായിരുന്നു കേട്ടോ. നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സോസുകൾ അവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ലുലുവിൻ്റെ തന്നെ മയോണൈസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഈ ഒരു പരിപ്പ് പയർവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ലൂസിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ അവർ തരും. അതേപോലെ തന്നെ ഇപ്പുറത്ത് അതിനോട് ചേർന്ന് തന്നെ നട്ട്സും കാര്യങ്ങളും ഉണ്ട്. അതും നമുക്ക് എത്ര വേണമെന്നനുസരിച്ച് അവർ തൂക്കിയെടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. പുട്ടുപൊടി സഹിതം അവിടെ തൂക്കി തരാനുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കേക്കിൻ്റെയൊക്കെ ഒരു ഭയങ്കര സെക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. നിറയെ പേസ്ട്രീസും കാര്യങ്ങളും ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഹൽവ, പിന്നെ അവരുടെ തന്നെ ലുലുവിൻ്റെ തന്നെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ബ്രെഡ് ഉണ്ട്, ഞാൻ മോഡേൺ ബ്രെഡ് ഉണ്ട്, ഇനി അല്ലെങ്കിൽ എലൈറ്റിൻ്റെ ബ്രെഡ് ഉണ്ട്, പിന്നെ ലുലുവിൻ്റെ തന്നെ ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ്സൊക്കെ കണ്ടിട്ട് മക്കളെ കണ്ണ് തള്ളിപ്പോയി എന്ന് വേണം പറയാൻ. അമ്മാതിരി വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ. മാക്രോൺസ് ഉണ്ട്. അതേപോലെ ഡോണറ്റ്സ് ഒക്കെ തന്നെ നോക്കിയാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ അവർ ലൈവായിട്ട് തന്നെ അവിടെ നിന്ന് കുക്ക് ചെയ്ത് ഈ വെക്കുന്നതാണ്. പേസ്ട്രീസൊക്കെ കണ്ടില്ലേ, എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ചീസിൻ്റെ പേസ്ട്രീസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന സാലഡാണ്. ഇതൊരു അടിപൊളി സെക്ഷനാണ്. നമുക്ക് വേണ്ടുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു സാലഡ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബില്ല് ചെയ്ത് തരും കേട്ടോ. ഇതിനൊരു റേറ്റ് വരുന്നത് 229 ആണെന്ന് തോന്നുന്നു. 1 kg വരുന്നത് കേട്ടോ. 225 ആണ് 1 kg. നമ്മൾ എടുക്കുന്ന അളവിന് അവർ തൂക്കിത്തരും. അവിടെ ഫ്രൂട്ട്സും ഉണ്ട്, ഇനി അതേപോലെ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടുന്ന സാലഡ് നമുക്ക് തനിയെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ലുലുവിലും അതുള്ളതാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി കേക്കിൻ്റെ സെക്ഷനൊക്കെയാണ്. ഞാനെല്ലാം സ്പീഡിലാണ് കേട്ടോ കാണിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ പസ് ചെയ്തിട്ട് വേണ്ടത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറേ ഡേറ്റ്സിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ചീസ്, ബട്ടറൊക്കെ എല്ലാം തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ലുലുവിൻ്റെതും അവൈലബിൾ ആണ് കേട്ടോ. അതിന് കുറച്ചും കൂടെ ഒരു റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടാ. പിന്നെ ലസ്സി, അതേപോലെ ലസ്സീസൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രീക്ക് യോഗട്ട് ഉണ്ട്, കേടുകൾ പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ലുലുവിൻ്റെ തന്നെ എല്ലാം വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ കട്ട് ഫ്രൂട്ട്സ് ആണ്. അതായത് ഇപ്പോൾ പൈനാപ്പിളൊക്കെ തന്നെ തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. താഴെ ഗ്രീക്ക് സലാഡും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തത് എടുത്ത് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഫുള്ള് ഫുഡിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമ്മുടെ ഗ്രില്ലിന് തന്നെ 3-4 മസാലാസ് വരുന്നതുണ്ട്. പെറി ഉണ്ട്, പിന്നെ മലബാർ സ്പൈസ്, അങ്ങനെ പലത് വരുന്നുണ്ട്. പിന്നെ ചിക്കൻ മന്തിയൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ട്. പിന്നെ കുറേ വെജിറ്റേറിയൻസിന് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് വെജ് പുലാവ് ഉണ്ട്, പിന്നെ അതേപോലെ പനീർ ബട്ടർ മസാല ഉണ്ട്, ഗോപി മഞ്ചൂരിയൻ ഉണ്ട്. അങ്ങനെ വെജിറ്റേറിയൻസിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നോൺ വെജുകാർക്കും നിറയെ ഓപ്ഷൻസ് ഉണ്ട്. ബ്രോസ്റ്റഡും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ 4 മണിക്കടി എന്ന് പറയൂലേ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഉണ്ണിയപ്പം സഹിതം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് കറികളും കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് എത്രയാണെന്ന് പറഞ്ഞാൽ അവർ എടുത്തുതരും കേട്ടോ. പിന്നെ ഇതൊക്കെ ജ്യൂസാണ് കേട്ടോ. ഓരോ ടൈപ്പ് ജ്യൂസുകളാണ്. ഓൾറെഡി സാലഡൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ്. എല്ലാം നിങ്ങൾ നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ കുറേ കുക്കീസും കാര്യങ്ങളും ഉണ്ട്. പച്ചക്കറിയുടെ സെക്ഷനും ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും പറയാതിരിക്കാൻ പറ്റില്ല. ചക്ക സഹിതം അവൈലബിൾ ആണ് കേട്ടോ. ചക്കക്കുരു സഹിതം അവൈലബിൾ ആണ്. പിന്നെ എല്ലാ ടൈപ്പ് ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ മീൻകറിയിലിടുന്ന മുളകില്ലേ, അത് സഹിതമുണ്ട്. പച്ച കുരുമുളക് സഹിതം അവിടെ അവൈലബിൾ ആണ് കേട്ടോ.
പിന്നെ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇത് നഗറ്റ്സിൻ്റെയൊക്കെ സെക്ഷനാണ്. വെറൈറ്റീസ് ഓഫ് നഗറ്റ്സും സോസേജും പിന്നെ നമ്മുടെ ചീസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ ഫ്രഞ്ച് ഫ്രൈസും ഫ്രോസൺ ആയിട്ടുള്ള എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ കൂമ്പിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വാഴയുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തായിരുന്നു, പിണ്ടി സഹിതം അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കേട്ടോ. പിന്നെ അതും എല്ലാ ടൈപ്പും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഇലവർഗ്ഗങ്ങളാണ്, ചീര, ബ്രൊക്കോളി, അതേപോലെ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മൾബറി സഹിതം ഉണ്ട്. ഇച്ചിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. മൾബറിയൊക്കെ ഒരു ബോക്സിന് 200 എത്രയോ രൂപയായിരുന്നു കേട്ടോ. ഇത് തേങ്ങ ചിരുകിയതാണ് കേട്ടോ. അതൊരു ബോക്സ് 49 ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് തോരൻ വെക്കാനായിട്ടുള്ള എല്ലാം അരിഞ്ഞ് ഒരു സവാള സഹിതം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റേറ്റൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പസ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ മീറ്റിൻ്റെയും ഫിഷിൻ്റെയും സെക്ഷനാണ് കേട്ടോ. മീറ്റ് തന്നെ എല്ലാം, ഒരു കോഴിയുടെ ആയാലും ഒരു മറ്റേ ബഫലോൻ്റെ ആണെങ്കിലും ഈ മറ്റേ മട്ടൻ ആണെങ്കിലും എല്ലാ പാർട്സും അവൈലബിൾ ആണെന്ന് തന്നെ പറയാം കേട്ടോ. ഈ ഫ്രൈ ചെയ്യാനായിട്ടുള്ളത്, ഈ മസാല പുരട്ടി വെച്ചത് ഉൾപ്പെടെ എല്ലാം അവൈലബിൾ ആണ്. ഞാനൊരു 2 അയില എങ്ങാണ്ട് അവർ കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചത് 110 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ എല്ലാ രീതിയിലും കട്ട് ചെയ്ത് തരും. ലിവർ അവൈലബിൾ ആണ്. ചിക്കൻ്റെ ആയാലും മട്ടൻ്റെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും ലിവർ ഉണ്ട്. പിന്നെ അതിൻ്റെ മറ്റേ ഹേർട്ടില്ലേ, അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഈ ലാമ്പിൻ്റെ ഭാഗങ്ങൾ പഠിപ്പിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോയി, കാരണം എല്ലാ ഭാഗങ്ങളും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് ലുലു കണക്റ്റാണ്. ഞാൻ ഫസ്റ്റ് ഫ്ലോർ എടുത്തിട്ടില്ല അധികം. ഫസ്റ്റ് ഫ്ലോറിലും കുറേ ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ ഡെയിലിയുടെ. അപ്പം നിങ്ങളിത് കണ്ടിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, ഫസ്റ്റ് ഫ്ലോർ കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.